ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ RRB JEE എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ RRB JEEയുടെ മെഡിക്കൽ ടെസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വീഡിയോസുകളൊക്കെ ചെയ്യാൻ നിങ്ങളുടെ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോസുകളാണ് നമ്മൾ ഓരോ ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ RRB JEEയുടെ മെഡിക്കൽ ടെസ്റ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ മെഡിക്കൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കി നോക്കാം. അതായത് നമുക്ക് വരുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് A3 മെഡിക്കൽ സ്റ്റാൻഡേർഡുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. അതേപോലെ B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളതുണ്ട്, B2 ഉള്ളതുണ്ട്, അതേപോലെ C1 ഉള്ളതുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ പെടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എല്ലാ കാര്യങ്ങൾ കൊണ്ടും നമ്മൾ വിഷൻ ആണെങ്കിലും ശരി, നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള എല്ലാ കൊണ്ടും നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കാറ്റഗറി ആയിട്ടുള്ള A3യിലാണ്. അപ്പോൾ A3യിലാണെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ B1 എലിജിബിൾ ആണ്, B2 എലിജിബിൾ ആണ്, നിങ്ങൾ എന്തായിരിക്കും C1ഉം എലിജിബിൾ ആയിരിക്കും. എന്നാൽ നിങ്ങൾ B1 കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ B1ലെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A3 B1ലേക്കുള്ള വ്യത്യാസം വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇതൊക്കെ സെയിം ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. നിയർ വിഷൻ അങ്ങനത്തെ ഒക്കെ ടെസ്റ്റ്, കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ ഒക്കെ സെയിം ആയിട്ട് വരും. വ്യത്യാസം പ്രധാനമായിട്ടുള്ളത് എന്താണ്? പവർ ഓഫ് ലെൻസ് നോട്ട് എക്സീഡ് 2D എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പവർ ഓഫ് ലെൻസ് നോട്ട് എക്സീഡ് 4D ആണ്. അപ്പോൾ നിങ്ങൾ B1 കാറ്റഗറിയിലായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? A3 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾ താഴെയുള്ള B2 C1 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി B2 പോസ്റ്റിലാണെങ്കിൽ B2 C1 അപ്ലൈ ചെയ്യാം, B1 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. C1ലാണെങ്കിൽ C1 മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്. സോ നമുക്ക് മെഡിക്കൽ ടെസ്റ്റിന് നിങ്ങൾ RRBയുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? വെരിഫിക്കേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന മെഡിക്കൽ ടെസ്റ്റാണ്. മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് വിഷൻ ടെസ്റ്റ് തന്നെയാണ് കേട്ടോ. വിഷൻ ടെസ്റ്റ് തന്നെയാണ്. ഇപ്പം നമ്മൾ ടെസ്റ്റിന് പോകുന്ന സമയത്ത് ആദ്യം ഇപ്പോൾ ഒരു ദിവസം രാവിലെയാണ് ടെസ്റ്റിന് ചെല്ലാൻ പറയുക. സോ അന്നത്തെ ദിവസം രാവിലെ നമ്മൾ എന്താണ് ഫാസ്റ്റിങ്ങിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മൾ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ഒക്കെ എടുക്കുന്നുണ്ടാവും. അതിൽ ബ്ലഡ് പ്രഷർ, ഷുഗർ അങ്ങനെയുള്ള എന്താ പറയുക നോർമലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ദെൻ എക്സ്റേ എടുക്കുന്നുണ്ടാവും, അതേപോലെ ECG എടുക്കുന്നുണ്ടാവും. ഇതിൽ വിഷൻ ടെസ്റ്റ് നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാ കാറ്റഗറിയിലും എന്ത് ചെയ്യുന്നുണ്ടാവും? ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ ബ്ലഡ് പ്രഷർ ടെസ്റ്റ്, അതേപോലെ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഡിയിലൊന്നും ഉള്ളതുപോലെയുള്ള അങ്ങനത്തെ ഫിസിക്കലൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ പറയും. എന്താണ് ജസ്റ്റ് നമ്മൾ എന്താ പറയുക, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കുറേ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പേടിയാണ്. അതായത് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് RRB JEEയുടെ CBT 1ഉം CBT 2 ഒക്കെ കഴിഞ്ഞ് വെരിഫിക്കേഷനും കഴിഞ്ഞ് മെഡിക്കൽ ടെസ്റ്റിൽ നമ്മൾ ഫെയിലായി പോകുമെന്നുള്ളൊക്കെ ഒരു പേടിയോട് കൂടി ഇരിക്കുന്ന ആളുകളുണ്ട്. ഒരു തരത്തിലുള്ള പേടിക്കും അവിടെ എന്താ പറയുക പ്രസക്തിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അത്തരത്തിൽ ടെസ്റ്റ് ഫെയിലാവാനുള്ള സാധ്യതയുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ ഒരിക്കൽ പോലും ഫെയിലാവുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കോൺഫിഡൻസ് ഉയർത്തുക എന്നുള്ളത് കൂടിയാണ് ഇത്തരം വീഡിയോസുകൾ നമ്മൾ ചെയ്യുന്നത്. അന്നത്തെ ഞാൻ RRBയുടെ മെഡിക്കൽ ടെസ്റ്റിന് പോയ സമയത്തുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ പോലെ കുറച്ച് പേടിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോകല്ലേ. നമ്മൾ ആ ടെസ്റ്റ് ഫെയിലായി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലത്തെ എഫേർട്ട് നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ളൊരു പേടി നമുക്ക് അന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ പോയ സമയത്താണ് മനസ്സിലായിട്ടുള്ളത് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എന്താണ്? നോർമൽ പ്രൊസീജിയറാണ്. വിഷൻ ടെസ്റ്റ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ബാക്കിയുള്ള ECG, അതേപോലെ തന്നെ എക്സ്റേ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ എന്താണ് ഒക്കെ നോർമൽ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ രസകരമായിട്ടുള്ളൊരു കാര്യം എൻ്റെ മെഡിക്കൽ ടെസ്റ്റിന് പോയ സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതായത് ഓരോരോ സെക്ഷനിലാണ് നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പോവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ഓരോ സെക്ഷനിൽ ഇപ്പോൾ വിഷൻ ടെസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അടുത്ത ആ ഒരു ടെസ്റ്റിലുള്ള സ്ഥലത്തേക്ക് പോകും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുക ഷിഫ്റ്റായിട്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ആളുകൾക്ക് കുറച്ച് സ്പീഡിൽ നമ്മൾ എക്സ്റേ എടുത്തതിന് ശേഷം പിന്നെ നേരെ ECG എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ECG എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് നടന്നു പോകും. അതായത് കുറച്ച് ഒന്ന് ഓടി എന്നാണ് പറയുന്നത്. കാരണം പെട്ടെന്ന് ടെസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് പോകാമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങ് പോകും. പക്ഷേ ECG എടുക്കുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കിതച്ചുകൊണ്ട് ECG എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ECGയിൽ എന്താണ് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തും. പിന്നെ നമ്മളോട് എന്ത് ചെയ്യും? ബാക്കിയുള്ള എല്ലാവരും ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അവിടെ വെയിറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് നമ്മൾ റിലാക്സ് ചെയ്തിട്ട് വീണ്ടും ECG എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നോർമലാണെന്ന് കാണും. അപ്പോൾ നമുക്ക് പോകാൻ പറ്റും. സോ ആ രീതിയിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ മെഡിക്കൽ ടെസ്റ്റിൻ്റെ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. സോ അത്തരത്തിൽ എന്താ പറയുക അത്ര പേടിപ്പെടുത്തുന്ന ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. നോർമലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ അതൊന്നും അല്ല വിഷയം. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾ CBT 1ഉം CBT 2ഉം എത്രത്തോളം പഠിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ എക്സാമിനേഷനിൽ നിർണായകമാകുക. അതിൽ എസ്പെഷ്യലി CBT 2ൻ്റെ കാര്യം കൂടി ഞാൻ എടുത്തു പറയുകയാണ്. CBT 2ൻ്റെ 150 മാർക്കാണ് നിങ്ങൾക്ക് ഈ ജോബ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതിൽ മാക്സിമം നിങ്ങൾ സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ 150ൽ മാക്സിമത്തിൽ നിങ്ങൾ സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോസ്റ്റ്, നമ്മൾ കുറേ പോസ്റ്റ് പ്രിഫറൻസ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നിങ്ങൾ ആഗ്രഹിച്ച പോസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സോ അതിനുവേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. CBT 1ൽ ഒരുപാട് എന്താ പറയുക, നോൺ ടെക്നിക്കലിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ കയറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ എങ്ങനെയെങ്കിലും ഒന്ന് ആ റൗണ്ട് ഒന്ന് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ബിക്കോസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, CBT 2ൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഗവൺമെൻറ് സെക്ടറിലുള്ള ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജോബ് ലഭിക്കുന്നതായിരിക്കും. സോ ഇനിയും ഈ എക്സാമിന് പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ സമയമുണ്ട്. നിങ്ങൾക്ക് മുമ്പിലുള്ള സമയം കൃത്യമായിട്ട്, ഇനി ഒരു സെൽഫ് സ്റ്റഡിക്കുള്ള സാധ്യതയില്ല. ഒരു 1 ഇയർ ഒക്കെ സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ സെൽഫ് സ്റ്റഡിയൊക്കെ നടത്തി പഠിക്കായിരുന്നു. ഇനി അങ്ങനെയൊന്നുമില്ല. സിലബസ് അറിഞ്ഞ് മനസ്സിലാക്കി കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് RRB JEE എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എൻട്രിയുടെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ഗോൾഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ നന്നായിട്ട് പഠിക്കുക. ദാറ്റ്സ് ഓൾ.